ഈ കുട്ടിക്ക് എന്തെങ്കിലും അറിയുമോ ഈ വിഷയത്തെക്കുറിച്ച്? അവനൊന്നും അറിയില്ല. അവൻ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടർമാരെ കാണുന്നു എന്നതിനപ്പുറത്ത് തനിക്ക് ബാധിച്ചിരിക്കുന്ന അസുഖത്തെക്കുറിച്ചിട്ട് ഒരു തരത്തിലും ഒരു കാര്യവും ഈ ചെറിയ കുട്ടി അറിയുന്നില്ല. മൂന്ന് വയസ്സുള്ള കുട്ടിയാണ്. ബ്ലഡ് ക്യാൻസറാണ് ബാധിച്ചിരിക്കുന്നത്. പേര് ഐമൻ എന്നാണ്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്താണ് ഐമൻ്റെ വീട്. വളരെ ദയനീയമായ സാഹചര്യം. ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഐമന് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 35 ലക്ഷം രൂപ ആവശ്യമാണ്. ഒരു സാധാരണ കുടുംബം ഈ 35 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ അതിന് ഏത് രീതിയിലായിരിക്കും കാണുക, അല്ലേ? എവിടെ നിന്നാണ് അവർ ഈ 35 ലക്ഷം രൂപ ഉണ്ടാക്കുക? അങ്ങനെ ഒരു 35 ലക്ഷം രൂപ ആവശ്യമുണ്ട് ഐമന് ഒരു നേരായ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരണമെന്നുണ്ടെങ്കിൽ. ബ്ലഡ് ക്യാൻസറിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് ഈ 3 വയസ്സുള്ള കുട്ടിയുള്ളത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടിയായിട്ടാണ് ഐമനെ നിങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ കാണും? 35 എന്നല്ല, 1 കോടി എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയും എങ്ങനെയെങ്കിലും നമുക്ക് ചികിത്സിക്കാം, എവിടെ നിന്നെങ്കിലും ആ പണം കൊണ്ടുവരാമെന്ന് നിങ്ങൾ പറയും. കാരണം നിങ്ങളുടേതാണ്. ഈ 3 വയസ്സുള്ള ഐമനെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് കാണുക. കാരണം ഐമൻ ബ്ലഡ് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ളത് കൊണ്ട് തന്നെ ഐമന് മജ്ജ മാറ്റി വെക്കേണ്ടതുണ്ട്. ഈ മജ്ജ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 35 ലക്ഷം രൂപ ആവശ്യമാണ്. സാധാരണക്കാരായ ഐമൻ്റെ ഉപ്പക്കും ഉമ്മക്കും ആ തുക തീർത്തും ഒരു കാരണവശാലും ഉണ്ടാക്കാൻ സാധിക്കാത്ത പണം തന്നെയാണ്. പക്ഷേ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിങ്ങളും ഞാനും അടങ്ങുന്ന ആളുകളാണ്. ഐമനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ക്യാൻസറിൻ്റെ ലോകത്ത് നിന്ന് നമ്മളെപ്പോലെ, നമ്മുടെ അനുജന്മാരെ പോലെ, നമ്മുടെ കുട്ടികളെപ്പോലെയുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഐമനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 35 ലക്ഷം രൂപ നമ്മൾ സ്വരൂപിച്ച് നൽകണം. നിങ്ങൾ നോക്കൂ, ഈ കുട്ടിക്ക് എന്തെങ്കിലും അറിയുമോ ഈ വിഷയത്തെക്കുറിച്ച്? അവനൊന്നും അറിയില്ല. അവൻ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടർമാരെ കാണുന്നു എന്നതിനപ്പുറത്ത് തനിക്ക് ബാധിച്ചിരിക്കുന്ന അസുഖത്തെക്കുറിച്ചിട്ട് ഒരു തരത്തിലും ഒരു കാര്യവും ഈ ചെറിയ കുട്ടി അറിയുന്നില്ല. പക്ഷേ അതവൻ അറിയാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് നമ്മൾ സഹായിച്ച് മജ്ജ മാറ്റിവെച്ച് ഐമനൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ആ പഴയ ലോകത്തെ തന്നെ മറന്നു പോകട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്കാകുന്ന ഏതൊക്കെ വഴിയുണ്ടോ ആ രീതിയിൽ സഹായം ചെയ്യുക. ഇനി ഒന്നുമില്ല എങ്കിൽ പോലും ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക.